ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നന്നായി ജീവിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചറിയുവാൻ ദൈവം തരുന്ന അവസരമാണ് ഈ സന്ധ്യ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മളൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് വളരെ പഠിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ എന്ന് ചോദിച്ചാൽ എത്ര പുസ്തകം വേണേലും നമ്മൾ എഴുതും. നമ്മളെന്താണെന്ന് നമ്മൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. നമ്മളെങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ യോഹന്നാൻ സ്നാപകൻ്റെ പെരുന്നാൾ ഒരുപാട് വിചാരങ്ങൾക്ക് നമ്മെ നിർബന്ധിക്കുന്ന പെരുന്നാളാണ്. വഴിമാറി സഞ്ചരിച്ച ഒരുവനെ നാം അനുസ്മരിക്കുകയാണ്. സാധാരണ വഴിമാറി സഞ്ചരിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ വേഷവിധാനത്തിലും, അവൻ്റെ ഭക്ഷണ രീതിയിലും സംസാര രീതിയിലും അസാധാരണത്വം പ്രകടമാകുമ്പോൾ നമ്മളവനെ ഒഴിവാക്കും. വഴിയെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മളവരെ മറികടന്നു പോവുകയാണ് പതിവ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ ഈ വ്യത്യസ്തത ഒക്കെ ഉണ്ടായിട്ടും അവൻ്റെ അടുക്കിലേക്ക് ആളുകൾ ഓടി വരികയാണ്, ആളുകൾ ഓടിക്കൂടുകയാണ്. വഴി മാറി സഞ്ചരിച്ചവൻ്റെ അടുത്തേക്ക് ആളുകൾ ഓടിയെത്തുകയാണ്. അവന് കിട്ടാമായിരുന്ന സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് ഒരു പുതിയ അല്പം പ്രാകൃതമായ ശൈലി സ്വീകരിച്ചവൻ്റെ അടുത്തേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ട് ഓടി വരുമ്പോൾ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഒരു പുതിയ വഴി വെട്ടിത്തുറക്കുകയാണ്. അസാധാരണമായ ഒരു മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ്റെ പ്രസംഗത്തിൽ അവൻ്റെ വാക്കുകളൊക്കെ വളരെ പരുക്കനാണ്. ഞാനിപ്പോൾ നിങ്ങളെ സംബോധന ചെയ്തത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ്. യോഹന്നാൻ വിളിക്കുന്നത് സർപ്പസന്തതികളെന്നാണ്. ഒരു ദാക്ഷിണ്യമില്ലാത്ത സംബോധനയാണ്, പരുക്കൻ വാക്കുകളാണ്. എന്നാൽ ഈ ദാക്ഷിണ്യമില്ലായ്മയുടെ നടുവിൽ ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ആളുകൾ പോകുന്നില്ല. ഞാൻ പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പേ പോകാവൂന്ന് നിങ്ങൾ നോക്കും. എന്നാൽ യോഹന്നാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ആളുകൾ പോകുന്നില്ല, അവിടെ നിൽക്കുകയാണ്. ഓരോ വിഭാഗത്തിലുള്ളവർ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചെയ്യേണ്ടേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉപദേശത്തിനായി നമ്മളിന്ന് ആരോട് ചോദിക്കാറില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അയാൾ ഓക്കെ എന്ന് പറഞ്ഞാണ്, എന്നെപ്പോലെ കൊള്ളാവുന്നവർ വേറെ ഇല്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ഒരു യാത്ര. നമുക്ക് ചോദിക്കാൻ പറ്റിയ ആളുകളും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം. വലിയ അനുഗ്രഹത്തിൻ്റെ ദിനമാണ് ഇന്ന്. ഈ ഇടവകയുടെ പെരുന്നാൾ വരുന്നതേ ഉള്ളൂ എങ്കിലും ദനഹ പെരുന്നാളിൻ്റെ വലിയ സന്തോഷം ആനന്ദത്തോടെ ആസ്വദിച്ച ദിനമാണ്. ദനഹ ഒരു വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ദനഹ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സമാരംഭമാണ് എന്ന് നമുക്കറിയാം. കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. 33 വയസ്സ് മാത്രം ജീവിച്ച ഒരുത്തൻ 30 വർഷം അടങ്ങിപ്പാർത്തിട്ട് വെറും 3 വർഷം പ്രവർത്തിക്കാനായിട്ടിറങ്ങി. 3 വർഷം കൊണ്ട് ഒരു യുഗം കൊണ്ടുപോലും ഒരാൾക്ക് തീർക്കാനൊക്കാത്തത് വെറും 3 വർഷം കൊണ്ട് തീർത്ത് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരുത്തൻ. ഇവിടെ 60, 70, 80 ഒക്കെ എത്തി നിൽക്കുന്ന ആളുകൾ കണ്ടേക്കാം. സഹോദരങ്ങളെ, ഇനി നമുക്ക് വേണം കുറേ കാലം കൂടെ ചിലതൊക്കെ ചെയ്യാനുണ്ട്. വെറും 33-ാം വർഷം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോൾ സകലതും ചെയ്തു തീർത്തു എന്ന് പറഞ്ഞാണ് അവൻ്റെ യാത്ര. അവൻ്റെ പ്രവൃത്തി തുടങ്ങുന്ന ദിനമാണ്. ഈ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ലോകത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ മറഞ്ഞു കിടന്നിരുന്ന തൃത്വം എന്ന മർമ്മം വെളിപ്പെട്ട ദിനമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ തൃത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 3 പേരുണ്ട്, നമ്മിൽ ഒരുത്തനെ പോലെയായി എന്നൊക്കെ പറയുന്ന ഒന്നിലധികം എന്ന് സൂചിപ്പിക്കുന്ന പല വാചകങ്ങളുണ്ടെങ്കിലും ആദ്യമായി എന്താണിത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് എന്താണെന്ന് ലോകം അറിഞ്ഞത്, അത് പൂർവിക പിതാക്കന്മാർക്കെല്ലാം മറഞ്ഞു കിടന്ന അബ്രഹാമിന് മനസ്സിലായില്ല, ദാവീദിന് മനസ്സിലായില്ല, യെശയ്യാവിന് മനസ്സിലായില്ല, പഴയ നിയമത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന എലിയ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു ദിവ്യ രഹസ്യത്തിൻ്റെ വെളിപ്പെടലാണ് ഇന്ന് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുതത്തിൻ്റെ ദിനമാണ്. മറ്റൊരത്ഭുതം,
ആ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രൂപമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ആത്മാവെന്ന് പറയുക. ആ ശരീരിയാണ്, ശരീരമില്ലാത്തതാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലായി, അതിനു മുമ്പും അതിന് ശേഷവുമില്ല, ഒരിക്കലായി ഒരു രൂപം പ്രാപിക്കുന്നത് ഇന്നാണ്. പ്രാവിൻ്റെ രൂപം അത് ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ നെറുകയിലേക്ക് ഇറങ്ങുകയാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു രൂപം പ്രാപിച്ചത് എന്ന് ചോദിച്ചാൽ യോഹന്നാൻ സ്നാപകനാണ് അതിന് മറുപടി പറയുന്നത്. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ അവനാണ് മെസ്സിഹ. അപ്പോൾ ആത്മാവ് ഇറങ്ങുന്നത് കാണണം. ആര് കാണണം? യോഹന്നാൻ കാണണം. യോഹന്നാൻ സ്നാപകന് പരിശുദ്ധാത്മാവിനെ ദർശിക്കുവാൻ ദൈവം കൊടുത്ത അതുല്യമായ അനുഭവം. വേറൊരാളും പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല. ആത്മാവിനെ കാണുവാൻ യോഹന്നാൻ്റെ മുമ്പിൽ ഒരു രൂപമായി. അതിനർത്ഥം പള്ളിയുടെ ചുറ്റും പറക്കുന്ന പ്രാവെല്ലാം പരിശുദ്ധാത്മാവാണെന്നല്ല. ഒരിക്കൽ മാത്രം പരിശുദ്ധാത്മാവെന്ന രൂപം പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപം പ്രാപിച്ച യോഹന്നാൻ്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. വിശുദ്ധ മത്തായി 11-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഇവന് കിട്ടിയതുപോലെ മഹാഭാഗ്യം ആർക്കും കിട്ടിയില്ല. അതിനർത്ഥം പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ചെറിയവരാണെന്നല്ല. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ചില ദൗത്യങ്ങൾ ഫലമേൽപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പാണ്. ചിലർക്ക് ചില സമയങ്ങളിൽ ചില ദൗത്യങ്ങൾ അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ലോകത്തിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു, വിശുദ്ധയായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു, സമർപ്പിതരായിട്ടുള്ളവരുണ്ട്. എന്നാൽ കാലത്തിൻ്റെ തികവിൽ, അതാണ് വിഷയം, കാലത്തിൻ്റെ തികവിൽ ദൈവം ഒരാളെ തേടിയപ്പോൾ മറിയാം റെഡിയായി നിന്നു. മറിയാമിലേക്ക് ദൈവത്തിൻ്റെ കൃപ വന്നു. അവൾ ദൈവത്തിൻ്റെ മകനെ, ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുകയാണ്. ഈ കൃപ എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ കാലത്ത് നമ്മുടേതായ ചരിത്രത്തിൽ നാം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ കൃപ നമ്മളിലേക്ക് വരും. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ചില ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന അവസരം. ഞാൻ ആമുഖവാക്കുകൾ അവസാനിപ്പിക്കുക. ഈ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. യോഹന്നാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിലൊരു തുടിപ്പാണ്. കാരണം അതുപോലൊരു ജീവിതം മാറി നടന്നിട്ട് ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന, നമ്മളൊക്കെ ആളുകളെ ആകർഷിക്കാനായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം പരിപാടിയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നത്. ആളുകളുടെ ആകർഷണം, ആളുകളുടെ ശ്രദ്ധ, ആളുകളൊരു കുറ്റം പറയരുത്. ആകർഷിക്കപ്പെടാൻ പലതും ചെയ്തു കൂട്ടുന്ന നമ്മൾ ആകർഷണീയമായതെല്ലാം ഉപേക്ഷിച്ചിട്ട് മാറി നടക്കുന്നതിൻ്റെ പുറകെ ആളുകൾ ഓടിക്കൂടുകയാണ്. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ നിറം പോരാ, നമ്മുടെ പൊക്കം പോരാ, നമ്മുടെ കഴിവ് പോരാ, നമ്മൾ മൊത്തത്തിൽ പോരാ എന്നൊരു തോന്നലാണെങ്കിൽ യോഹന്നാൻ പറയുക, അങ്ങനെയും നിനക്ക് ആളുകളെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. നീ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറാൻ നോക്കും. നിൻ്റെ സ്വഭാവം കൊണ്ട്, നിൻ്റെ പ്രസംഗം കൊണ്ട്, നിൻ്റെ പ്രവൃത്തി കൊണ്ട്, നിൻ്റെ പെരുമാറ്റം കൊണ്ട് ആളുകളുടെ ആകർഷണത്തിന് പാത്രീഭൂതനാകാൻ നോക്കും. ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നീ എന്താണോ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ അതുല്യനാണ്, അമൂല്യനാണ്. നിനക്ക് തുല്യനായി, നിനക്ക് പകരം വെക്കാൻ കൊള്ളുന്നവനായി വേറെ ആരുമില്ല. ഒരുപാട് നാളിൻ്റെ കണ്ണുനീര്, ഒരുപാട് നാളിൻ്റെ ദുഃഖം, ഒരുപാട് നാളത്തെ പരിഹാസം, ഇതെല്ലാം അപ്പനും അമ്മയും ഏറ്റുവാങ്ങിയതിൻ്റെ അനന്തരഫലമായി പിറന്നു വീണവൻ ഇന്നൊരത്ഭുതമായി നമ്മുടെ മുമ്പാകെ വന്നു നിൽക്കുക. തലയില്ലാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ഒരുത്തനെയാണ് നമ്മളിന്ന് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ അനുസ്മരിക്കുന്നത്. അമ്മ കഴിഞ്ഞാൽ യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഉദരമൊരുക്കിയ അമ്മയെപ്പോലെ വഴിയൊരുക്കിയ യോഹന്നാനെയും പഠിക്കാതെ ക്രിസ്തുവിനെ പരിചയപ്പെടാൻ സാധ്യമല്ല. യോഹന്നാൻ്റെ അടുത്തേക്ക് എന്നാൽ ക്രിസ്തു കുറച്ചുകൂടെ വ്യക്തമാണ്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് 2 പേര് യേശുവിൻ്റെ പിന്നാലെ, അവൻ്റെ ശിഷ്യന്മാരിൽ 2 പേര് യേശുവിൻ്റെ പിന്നാലെ പോയത്. ആദ്യം യേശുവിൻ്റെ അടുത്തെത്തിയ 2 പേരും യോഹന്നാൻ്റെ വാക്ക് കേട്ട് പോയവരാ. അതുകൊണ്ട് യോഹന്നാൻ്റെ അടുത്ത് വന്നാൽ ക്രിസ്തുവിനെ കുറച്ചുകൂടെ പരിചയപ്പെടാൻ എളുപ്പമാണ്. അവൻ കുറച്ചുകൂടെ വ്യക്തമായി പരിചയപ്പെടുത്തി തരും. അവൻ്റെ വാക്കുകൾക്ക് അത്രമാത്രം സ്വാധീന ശക്തിയുണ്ട്. ആകയാൽ ഈ മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥത, അതിൽ നിന്നുകൊണ്ട് നാം നിർവഹിക്കുന്ന പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാവട്ടെ. അതൊരു വലിയ ആവേശമായി ഏറ്റെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ സന്ധ്യയിലെ നമ്മുടെ ധ്യാനത്തിനായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലത്തോടെ ആഗ്രഹിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം
19 അധ്യായം 22 വാക്യം. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യ നിൻ്റെ ആലയത്തിൽ നിൻ്റെ പരിശുദ്ധനായ സഹദായുടെ, സ്നാപകൻ്റെ, സ്നേഹിതൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുക. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ നിൻ്റെ കരം നീട്ടണമേ. ഞങ്ങളുടെ വേദനകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങൾക്ക് നല്ല ആലോചനകൾ പറഞ്ഞു തരണമേ. കർത്താവ്, ഇരുണ്ട കാലഘട്ടത്തിൽ പ്രകാശമായി ജ്വലിച്ച ഉദയനക്ഷത്രമായ യോഹന്നാനെ പോലെ നിൻ്റെ ആ വലിയ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ വ്യക്തിപരമായി, കുടുംബമായി, ഇടവകയായി, സഭയായി, ദേശമായി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ തിരുനാമ മഹത്വത്തിലാകണമേ. മഹാമാരിയുടെ മധ്യേ ഞങ്ങൾ യാത്ര ചെയ്യുക. സുരക്ഷിതമായി നിൻ്റെ ചിറകിൻ മറവിടം ഞങ്ങൾ കണ്ടെത്തുവാനിടയാകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 22 വാക്യം. ഒരു പക്ഷേ നിങ്ങൾക്ക് സുപരിചിതമാകാം ഈ ഭാഗം. 19:22 നാം വായിച്ചത് ഇങ്ങനെയാണ്: ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകാം, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇത് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവം പറയാണ്, എന്നെക്കൊണ്ട് പറ്റുകയില്ല. വേറെ സാധാരണഗതി നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവനെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. അവൻ ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യും. അവൻ്റെ വാക്ക് ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുവാ. എന്നാൽ ദൈവം ഇവിടെ പറയാണ്, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സഹോദരങ്ങളെയും, ഇവിടെ വളരെ വ്യക്തമായി നാം പഠിക്കുന്നത് പോലെ ലോത്ത് താമസിക്കുന്ന സോദോം എന്ന് പറയുന്ന സ്ഥലത്തെ ദൈവം നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അത് നശിപ്പിക്കുവാനുള്ള കാരണം അവിടുത്തെ ജനങ്ങളുടെ പാപമാണ്. അങ്ങനെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇത് വളരെ നാടകീയമായ രംഗമാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ 3 ദൂതന്മാരെ അബ്രഹാം സൽക്കരിക്കുന്നതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ വീടിനടുത്തുകൂടെ 3 പേര് യാത്ര ചെയ്യുകയാണ്. അബ്രഹാം ഓടിച്ചെന്നിട്ട് അവരോട് പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകരുത്, നിങ്ങൾ അവിടെ നിന്നിരിക്കുക. ഈ മരത്തിൻ്റെ കീഴിൽ ഞാൻ നിങ്ങളുടെ കാലൊന്ന് കഴുകട്ടെ, എന്നിട്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ പാകം ചെയ്തു തരാം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. അബ്രഹാമിൻ്റെ ഒരു സ്വഭാവമാണ് അതിഥി സൽക്കാരം, മറ്റുള്ളവരെ സ്വീകരിക്കുക, സൽക്കരിക്കുക. അബ്രഹാമിൻ്റെ ഒരു ശൈലിയാണ്. നമുക്കറിയാം, ഈ വാതുക്കൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ പലരോടും വഴിയെ പോകുന്നവരോട് വർത്തമാനം പറഞ്ഞിട്ട് അവരെ വിളിച്ച് അകത്ത് കയറ്റുമ്പോൾ സ്ത്രീകൾ സാധാരണ അകത്തിരുന്ന് മുറുമുറുക്കുന്ന, ഇന്നല്ല, കാരണം ഇന്നിപ്പോൾ ഗേറ്റും മതിലുമൊക്കെ കെട്ടിയുകൊണ്ട് പുറകെ വെളിയിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യനും നമ്മളെ കാണാറില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങനൊരു കോണ്ടാക്റ്റ് ഇല്ല. ഇങ്ങനെ വിളിച്ചു കയറ്റുന്നത് പോലെ അബ്രഹാം വഴിയെ പോകുന്നവരെ വിളിച്ചു കയറ്റി സൽക്കരിക്കുകയാണ്. ഈ 3 പേരും അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാകും. പ്രിയപ്പെട്ടവരെ, 100 വർഷമായി, അല്ല 99 വർഷമായി കാത്തിരിക്കുകയാണ്. വിവാഹ ജീവിതം തുടങ്ങിയതിന് ശേഷം ദീർഘനാളത്തെ കാത്തിരിപ്പിൽ 99 വയസ്സിലെത്തി നിൽക്കുന്ന അബ്രഹാമിനോട് ഈ ദൂതന്മാർ പറയുന്നു, നിനക്കൊരു കുഞ്ഞ് ഉണ്ടാകും. പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നു, ഇത് ദൈവമാണ്, ത്രിയേക ദൈവമാണ്. പഴയ നിയമത്തിൽ പരിചയപ്പെടുത്താതെ പോയ ദൈവം 3 പേരായി, 3 ആളത്വങ്ങളായി അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. എന്തായാലും പറഞ്ഞത്, നിനക്ക് നിൻ്റെ നിരാശ മാറി, നിൻ്റെ ദുഃഖം മാറി, നിൻ്റെ വേദന മാറി, ഒരു കുഞ്ഞിനെ അണയ്ക്കുവാൻ, സ്വീകരിക്കുവാൻ കഴിയും എന്നുള്ള വാർത്തയാണ്. അടുത്ത അധ്യായം ആരംഭിക്കുമ്പോൾ അതിൽ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി. സോദോമിലേക്ക് പോയ ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവർ പറയുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കല്ല, അത് നാശത്തിൻ്റെ വാക്കാണ്. സോദോം നശിക്കാൻ പോവുകയാണ്. സോദോമിലേക്ക് തീയും ഗന്ധകവും ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവീൻ എന്ന് പറയുന്ന വേദനയുടെ, നഷ്ടത്തിൻ്റെ, തകർച്ചയുടെ, ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ വാക്കുകളാണ്
സംസാരമാണ് അവിടെ അരങ്ങേറുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ചരിത്രം? നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമും ലോത്തും കൂടെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര കാണപ്പെടുവാനിരിക്കുന്ന ദേശത്തേക്കുള്ള യാത്രയാണ്. ഏതാണെന്ന് അറിയാൻ മേലാത്ത, എവിടെയാണെന്ന് അറിയാൻ മേലാത്ത ഒരിടം തേടി യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പോലെ ഏതാണെന്നറിയാൻ പാടില്ലാത്ത ഒരിടത്തേക്കുള്ള യാത്രയാണ്. മരിക്കും, മരണത്തിന് ശേഷം എന്ത് എന്നറിയാൻ പാടില്ലെങ്കിലും കാണിപ്പാനിരിക്കുന്ന, ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങൾ. ഇവർ രണ്ടുപേരും ഇറങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ആടുമാടുകൾ പെരുകി, ലോത്തിൻ്റെ ആടുമാടുകൾ പെരുകി. അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ മേലാതെ വന്നു. അവരുടെ ഇടയന്മാർ തമ്മിൽ തർക്കമുണ്ടായി. പ്രിയപ്പെട്ടവരെയും, സമ്പത്ത് പെരുകിക്കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് കഴിയാൻ മേലാതെ വന്നു. അന്ന് സമ്പത്തെന്ന് പറയുന്ന അളക്കുന്നത് ആടിൻ്റെ എണ്ണത്തിലാണ്, ആടുമാടുകളുടെ എണ്ണത്തിലാണ്. ഒരുമിച്ച് താമസിക്കാൻ മേലാതെ വന്നപ്പോൾ അവർ തീരുമാനിച്ചു, പിരിയാം. ഒരുമിച്ച് നിന്ന് അടിക്കുന്നതിനേക്കാൾ നല്ലത് പിരിഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. ഒരുമിച്ച് നിന്ന് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള പല മാതാപിതാക്കളും വിവാഹം കഴിയുമ്പോഴേ മക്കൾക്ക് വേറൊരു വീടും സൗകര്യങ്ങളും എടുത്തു കൊടുക്കും. എന്നാൽ ബുദ്ധിയില്ലാത്ത മാതാപിതാക്കൾ, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, എൻ്റെ കൂടെ വേണം, ഞങ്ങളുടെ കൂടെ വേണം, ഞങ്ങളുടെ കൂടെ താമസിക്കാവുള്ളൂ, ഇവനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും, ഇവൻ്റെ കൂടെയല്ലാതെ ഞാൻ എങ്ങനെ കഴിയും, ആരെന്നെ നോക്കും, ഇങ്ങനെയുള്ള വൈകാരികമായ ചില പ്രതിസന്ധികൾ കൊണ്ട് കൂടെ നിർത്തി, ചേർത്ത് നിർത്തി മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. കുറേ കാലം കഴിയുമ്പോൾ അവർ ചിലരെങ്കിലുമൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും. കാരണം ആരും ദോഷമുള്ളവരായതുകൊണ്ടല്ല. സമ്പത്ത് പെരുകി കഴിയുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ മേലാത്ത ഇടർച്ചകൾ, സമ്പത്ത് പെരുകുന്നതിന് മാത്രമല്ല, സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ മേലാത്ത സ്ഥിതിവിശേഷം ഉടലെടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? പിന്നെ ഒരിക്കലും ചേരാത്ത രീതിയിലേക്ക് അകലുകയാണ്. അബ്രഹാമും ലോത്തും കൂടെ പിണങ്ങിയെന്നൊന്നും വേദപുസ്തകത്തിലില്ല. ഞാൻ സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് അവർ പിണങ്ങിപ്പോയി, ലോത്ത് ഇങ്ങനെ എല്ലാം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, അബ്രഹാം അതിൻ്റെ പേരിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അബ്രഹാമിന് ഭയങ്കര അങ്ങനെയൊന്നും വേദപുസ്തകത്തിലില്ല. അബ്രഹാം എന്താ ചെയ്തത്? ലോത്ത് ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ചെന്നവനെ സഹായിക്കുകയാണ്, അവനെ രക്ഷപ്പെടുത്തുകയാണ്. അവന് വേണ്ടിയാണ് അബ്രഹാം നിൽക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ്, ഇളയവരെന്തെങ്കിലും ചെയ്താൽ മൂത്തവർ അത് ആ രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകണം, ആയേ പറ്റൂ. അതാണ് അവർക്കുണ്ടാകേണ്ട വിവേകം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ലോത്തും അബ്രഹാമും തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ള എടുത്തോ. സംഭവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. ലോത്ത് അങ്ങ് എടുത്തു. അങ്ങനെ ലോത്ത് സോദോം വരെ കൂടാരമടിച്ചു, നീക്കി കൂടാരമടിച്ചു എന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ സോദോമിൻ്റെ പ്രത്യേകത, സോദോം ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമായിരുന്നുവെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതാ ദൈവത്തിൻ്റെ തോട്ടം? ഏദൻ തോട്ടം. ഏദൻ തോട്ടം കഴിഞ്ഞാൽ, അതായത് ആദ്യ മാതാപിതാക്കൾ താമസിച്ച സ്ഥലം, അവർക്ക് താമസിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത സ്ഥലം ഏതാണോ ആ സ്ഥലം കഴിഞ്ഞാൽ അത്രയും സുന്ദരമായിട്ട് വേറൊരു സ്ഥലമില്ല എന്ന് പറയുന്ന തരത്തിലാണ് സോദോം ഗോമോറയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമായിരുന്നു സോദോം. പ്രിയപ്പെട്ടവരെ, അവിടെ വളരെ ശ്രദ്ധേയമായി നാം കാണുന്ന ഒരു വസ്തുത 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, എന്നാൽ സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. സോദോം മനോഹരമാണ്. സോദോമിൽ അതിൻ്റെ കാലാവസ്ഥ, അതിൻ്റെ പ്രത്യേകതകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ്, സൗന്ദര്യമുള്ളതാണ്, സൗഭാഗ്യകരമായ ജീവിതമാണ് അവിടെയുള്ളത്. എന്നാൽ സോദോം നിവാസികൾ ദുഷ്ടന്മാരും അവർ യഹോവയുടെ സന്നിധിയിൽ മഹാപാപികളുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ് ഇവരെ പാപത്തിൻ്റെ ദിശയിലേക്ക് തള്ളിവിടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, സൗന്ദര്യം. ദേശം സൗന്ദര്യമുള്ളതാകുമ്പോൾ സൗന്ദര്യമുള്ള ഇടത്ത് വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ തിക്തമായ, ദൈവത്തിന് വിരുദ്ധമായ പാളയത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. സൗന്ദര്യം ദൈവത്തിൻ്റെ കൃപയാണ്, സൗന്ദര്യം ദൈവത്തിൻ്റെ ദാനമാണ്. പിതാക്കന്മാർ സ്ത്രീകളെക്കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ഒരു സ്ത്രീയുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ പുകഴ്ത്തണ്ട, അവളുടെ സൗന്ദര്യ കുറവ് കണ്ടിട്ട് അവളെ ദുഷിക്കണ്ട. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ കാരണക്കാരി അവൾ
അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ, അവളുടെ സൗന്ദര്യക്കുറവിൻ്റെ കാരണക്കാരിയും സൗന്ദര്യത്തിൻ്റെ കാരണക്കാരിയും അവളല്ലാത്തത് കൊണ്ട് സൗന്ദര്യത്തിൻ്റെ പേരിൽ പുകഴ്ത്തുകയോ സൗന്ദര്യക്കുറവിൻ്റെ പേരിൽ അവളെ ഇകഴ്ത്തുകയോ വേണ്ട എന്നാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാനമാണ് സൗന്ദര്യം. ഈ സൗന്ദര്യം പാപത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൗസേപ്പിൻ്റെ ചരിത്രം പറയുമ്പോൾ, യൗസേപ്പ് പോത്തിഫറിൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ യൗസേപ്പിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷയായി പോത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യുവാൻ യൗസേപ്പിനെ നിർബന്ധിക്കുന്നുണ്ട്. യൗസേപ്പ് ഒരു ബ്രഹ്മചാരി ആയിരുന്നത് കൊണ്ട്, ബ്രഹ്മചാരി എന്ന് ഞാൻ പറയുന്നത് സ്വയം നിയന്ത്രിക്കാൻ ശേഷിയുള്ളവനായിരുന്നത് കൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട്, ദൈവ ബന്ധത്തിൽ നിലനിൽക്കുന്നവനായിരുന്നത് കൊണ്ട് ആ സ്വാധീനത്തിൽ നിന്ന് അവന് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞു. അവനതിൽ വീണുപോയില്ല. യൗസേപ്പിൻ്റെ സൗന്ദര്യത്തിൽ പോത്തിഫറിൻ്റെ ഭാര്യ ആകർഷിക്കപ്പെടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സൗന്ദര്യം പാപത്തിലേക്ക് വീഴുവാനുള്ള വലിയ സാധ്യതകളെയാണ് രൂപപ്പെടുത്തുന്നത്. എന്നാൽ ദൈവം തന്ന ദാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിമിഷം മതി ഈ രൂപം വികൃതമാകുവാൻ, ഇത് വികലമാക്കപ്പെടുവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധി ജീവിച്ചെങ്കിലേ സൗന്ദര്യം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഉള്ളൂ. രണ്ടാമത്തേത് സൗഭാഗ്യമാണ്. എന്ന് പറഞ്ഞാൽ സോദോമിൻ്റെ ഭൂപ്രകൃതി, സോദോമിൻ്റെ ഫലഭൂയിഷ്ടമായ അനുഭവം, സോദോമിൻ്റെ കാലാവസ്ഥ, സോദോമിൽ ജീവിക്കുവാൻ പറ്റിയ എല്ലാ അനുകൂല സാഹചര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മനുഷ്യൻ അഹങ്കാരിയായിട്ട് മാറും, ദൈവത്തെ മറക്കുന്നവനായിട്ട് മാറും. നമ്മളും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണല്ലോ പറയുക, അല്ലേ? ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു അച്ഛൻ ഒരു പ്രസംഗിക്കുകയാണ്. ഒരു സുവിശേഷ പ്രസംഗത്തിൻ്റെ ആമുഖമായിട്ട് അച്ഛൻ പ്രസംഗിക്കുക. ഈ അച്ഛൻ്റെ ചോദ്യം ചെയ്തത്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞോ? നിങ്ങളിത് മലയാളികൾ, അല്ലെങ്കിൽ നമ്മളിത് മലയാളികൾ ഗോഡ്സ് ഓൺ പറഞ്ഞു പോയ ഒരു വാക്ക് നമ്മളെടുത്ത് വലിയ ആത്മസംതൃപ്തിയോടെ ഉപയോഗിക്കുകയാണ്. ഗോഡ്സ് ഓൺ കൺട്രി. എല്ലാ ടൂറിസ്റ്റ് ടാക്സിയിലും എഴുതി വെച്ചിരിക്കുകയാണ്. അവരെ കൊണ്ടുപോകുന്ന യാത്ര ചെയ്യുന്ന കാറുകളിലും വാഹനങ്ങളിലും എഴുതി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞത്, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അഹങ്കരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹോദരങ്ങളെ, സൗന്ദര്യവും സൗഭാഗ്യവും ഒരുപോലെ ദൈവനിന്ദയിലേക്ക്, ദൈവത്തിനെതിരായ തലത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. സോദോം നിവാസികൾ ദുഷ്ടന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹാപാപികളുമായിരുന്നു. ഈ സോദോമിനെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുകയാണ്. തീയും ഗന്ധകവും ഇറങ്ങിയാണ് നശിപ്പിക്കുന്നത്. ആ സമയത്ത് അതിനു മുമ്പ് ലോത്തിൻ്റെ വീട്ടിലേക്ക്, നിങ്ങളൊന്ന് ഓർക്കണം, ഈ ലോത്തിൻ്റെ വീട്ടിലേക്ക് ദൈവം തൻ്റെ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് ലോത്തിനോട് പറയുകയാണ്, സോദോം നശിക്കാൻ പോവുകയാണ്, നീ വേഗം രക്ഷപ്പെടുന്ന ദൂതന്മാർ ധൃതി വെക്കുകയാണ്. സമയമായിരിക്കുന്നതിനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുവോളും എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ ലോത്തിനോടുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ പരിഗണനയുടെ കാരണം? എന്താണ് ലോത്തിനെ ഇത്രമാത്രം ദൈവം രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം തീരുമാനിച്ച സമയത്ത് തീ ഇറക്കുവാൻ, ഗന്ധകം ഇറക്കുവാൻ കഴിയാതെ വണ്ണം നിരോധിക്കുവാൻ ദൈവത്തിന് തീരുമാനമെടുക്കേണ്ടി വരുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ലോത്തിനോടുള്ള ഇത്ര വലിയ കരുതൽ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. നാം ഇപ്പോൾ വായിച്ചത് 19-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. 18-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അതിനൊരു മറുപടി ഇങ്ങനെ കാണാം. വായിക്കാമോ? ഉൽപ്പത്തി 18:22. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സോദോമിലേക്ക്, ലോത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അബ്രഹാമിന് എന്തോ ഒരു സൂചന കിട്ടിയ പോലെ അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ചിന്തോദ്ദീപകമാകേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ നിൽക്കുന്ന അബ്രഹാം.
പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം. ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കാം. 19-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെയും കുടുംബത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 29-ാമത്തെ വാക്യം പറയുന്നത് ദൈവം അബ്രഹാമിനെ ഓർത്ത് ആരെ രക്ഷപ്പെടുത്തി? ലോത്തിനെ രക്ഷപ്പെടുത്തി. 18-ന്റെ 22 നമ്മൾ വായിച്ചത് അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ആർക്ക് വേണ്ടി? ലോത്തിനു വേണ്ടി, സോദോമിനു വേണ്ടി. അബ്രഹാമിൻ്റെ പ്രാർത്ഥന കേവലം ലോത്തിനും കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, സോദോമിനും മുഴുവൻ വേണ്ടിയാണ്. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, 10 നീതിമാന്മാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാനതിനെ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ജനത്തിൻ്റെ ദുഷ്ടതയാണ് ദേശം നശിക്കാനുള്ള കാരണം. ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഭൂപ്രകൃതിയുള്ള ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമായിരുന്ന സോദോം ഗോമോറ ഇന്ന് ചാവുകടലായിട്ട് മാറിയിരിക്കുന്നതിൻ്റെ കാരണം ജനത്തിൻ്റെ ദുഷ്ടതയാണ്. അപ്പോൾ ദൈവം കൊടുക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ജനമാണ് ആ ദേശത്തിൻ്റെ നാശത്തിന്, നഷ്ടത്തിന് കാരണമായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ പറയേണ്ടി വരും, ജനം, ദേശത്ത് വസിക്കുന്ന ജനം ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ദേശം നശിക്കും. പള്ളിയിൽ ആരാധിക്കുന്ന ജനം ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ, സംശയമില്ല, പള്ളിയിൽ ആരാധിക്കുന്ന ജനം ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ പള്ളി നശിക്കും. ഭവനത്തിൽ ആയിരിക്കുന്ന വ്യക്തി ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ഭവനം നശിക്കും. എന്താ സംശയം? യേശു പറഞ്ഞ വാക്കിതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാ ഭവനമെന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ഭവനമാണോ കള്ളന്മാരുടെ ഗുഹയാണോ? അത് നമ്മുടെ വീട്, അത് നമ്മുടെ പള്ളി, നാം വസിക്കുന്ന ദേശം, ഇത് അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണക്കാർ നമ്മളാണ്. നമ്മൾ വീട്ടിലിരുന്ന് ഒരു സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ വിചാരം ഇത് നമ്മളെയും കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന് അല്ല. പ്രിയപ്പെട്ട ക്ഷണത്തിനായിട്ടാണ് നാം യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. എന്താ അബ്രഹാം പറയുന്നത്? ഞാൻ യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് അബ്രഹാം ചോദിക്കുന്നത് എന്താണ്? സോദോമിനെ നശിപ്പിക്കരുത്. ദൈവം ചോദിക്കുക, 10 പേരുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേശത്ത് 10 പേര് പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, 10 പേര് യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇന്നത്തെ ക്ഷാമം. ഇന്ന് നാം നേരിടുന്ന പ്രശ്നം അതാണ്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി. ലോത്ത് ഇതറിഞ്ഞോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അബ്രഹാമിനെ ഓർത്തിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്നുള്ള കാരണം ലോത്തിന് മനസ്സിലായോ എന്നെനിക്കറിഞ്ഞുകൂടാ. കാരണം നമ്മൾ വേദപുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ലോത്തിനോട് ഇത് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം, അതിൻ്റെ കാരണക്കാർ നമ്മളാകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും വീരവാദം മുഴക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ പ്രയത്നം കൊണ്ട്, എൻ്റെ സമർപ്പണം കൊണ്ട്, എൻ്റെ ആരാധന കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെ കാരണക്കാർ നമ്മളാകണമെന്നില്ല. അബ്രഹാമിനെ ഓർത്തിട്ട് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുക. ലോത്തിലോ, ലോത്തിൻ്റെ ഭാര്യയിലോ, ലോത്തിൻ്റെ 2 മക്കളിലോ യാതൊരു നന്മയും ദൈവം കണ്ടെത്തിയതായിട്ട് വേദപുസ്തകത്തിലില്ല. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുക. ഞാനും നിങ്ങളും ഇന്നിവിടെ വരെ അനുഗ്രഹത്തിൻ്റെ വഴിയിലെത്തിയിരിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും മറ്റു പലരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ പൂർവികരുടെ, നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് എന്ന് നാം സമ്മതിച്ചേ മതിയാകുകയുള്ളൂ. പരിശുദ്ധനായ യോഹന്നാൻ മാബ്ദാനായുടെ പെരുന്നാളെ സംബന്ധിക്കുമ്പോഴും ഈ ചിന്തയാണ് നമ്മെ ഭരിക്കുക. പെരുന്നാൾ ആഘോഷമാക്കുമ്പോൾ, പെരുന്നാൾ ആർഭാടമാക്കുമ്പോൾ നമ്മളെ മതിക്കുന്ന വികാരം എന്താണ്? ഈ നാമം അതോർത്തിട്ട്, അവൻ്റെ നാമം ഓർത്തിട്ട് ദൈവം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹം, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നന്മകൾ, ഇതാണ് പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെയും പെരുന്നാൾ ആഘോഷത്തിലേക്ക് അണിനിരത്തുന്നതായ ഘടകം. അവിടെ എന്ത് കൊടുത്താൽ മതിയാകും. അടുത്ത ദിവസം തീരെ പാവപ്പെട്ട ഒരു പള്ളി പ്രസംഗിക്കാനായിട്ട് പോയി. യോഹന്നാൻ മാബ്ദാനായുടെ നാമത്തിലുള്ള പള്ളിയാണ്. തീരെ പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു മിഷൻ പള്ളിയാണ്. അവിടുത്തെ അച്ഛനോട് പറയുകയാണ്,
ഇതുവരെ ഒരു പള്ളിയിൽ നിന്ന് കേൾക്കാത്ത ഒരു വാർത്തയാണ്. അച്ഛാ, സാമ്പത്തികമായി ഒരു പ്രയാസവും ഈ പള്ളിക്ക് ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കണക്ക് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം, 50 രൂപയിൽ കുറഞ്ഞ ഒരു നോട്ട് പോലും ഇവിടുത്തെ തളികയിൽ ഞായറാഴ്ച കാണിക്ക വരാറില്ല. മിക്കവാറും എല്ലാവരും കൂലിപ്പണിക്കാരാണ്. ഇത്തവണ അവിടുത്തെ പെരുന്നാൾ നടത്താനായിട്ട് ഒരാൾ 2.5 ലക്ഷം രൂപ, ഇടവകക്കാരനല്ലാത്ത ഒരാൾ, സാമ്പത്തികമുള്ള ഒരാൾ 2.5 ലക്ഷം രൂപ കൊടുത്ത് പെരുന്നാളിൻ്റെ മുഴുവൻ ചെലവും നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് നടന്നോട്ടെ, പക്ഷെ നമ്മുടെ പതിവുള്ള പെരുന്നാൾ സംഭാവന അത് കുറയ്ക്കണ്ട. അവർ കൊടുക്കാൻ തയ്യാറാണ്. എങ്ങനെ ഒഴിവാക്കാവുന്നുള്ളതല്ല. എൻ്റെ ഒരു പരിമിതമായ മനസ്സിൽ ഞാൻ പറയുകയാണ്, ആരെങ്കിലും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുരിശ് വരയ്ക്കും. ഇപ്രാവശ്യത്തെ എൻ്റെ സംഭാവന എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ഇത്ര ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു, ഞാൻ നിങ്ങളെ ഓർത്തല്ലിത് പറയുക. എങ്ങനെ ഒഴിവാക്കാം? ഒരു പരിശുദ്ധൻ്റെ നാമധേയത്തിൽ അവനെ ഓർത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര ചെലവാക്കിയാലും എന്ത് കൊടുത്താലും എങ്ങനെ കഷ്ടപ്പെട്ടാലും അത് പോരാ എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുകയാണ്. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഇത്തരത്തിൽ എത്തിച്ചേരുന്നതിന് പിന്നിൽ പ്രാർത്ഥിച്ച് എത്രയോ ആളുകളുണ്ട്, എത്രയോ പേരോടാണ് നമുക്ക് കടപ്പാടുള്ളത്. അതിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളവരോടെങ്കിലും ഒരു നന്ദി വേണ്ടതാ. തിരിച്ചറിയാൻ എല്ലാവരും ഒക്കെയല്ലേ. ഞാൻ അടുത്ത സമയം ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ മെയ് ജൂൺ മാസത്തിൽ കോവിഡ് വന്ന് വളരെ മാരകമായ അവസ്ഥയിലേക്ക് പോയി. സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് 1.5 മാസം ഒരു വാക്ക് പോലും മിണ്ടാൻ മേലാതെ ഹോസ്പിറ്റലിൽ 15 ദിവസവും വീട്ടിൽ 3 മാസവും റെസ്റ്റ് എടുത്ത് ഇന്നൊരു 8, 9, 10 മാസമായെങ്കിലും അതിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതനല്ല എന്നുള്ള ലക്ഷണം എന്നെ പഠിപ്പിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസൊക്കെ. ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കറിയാൻ പാടില്ല ആരൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്ന്. എനിക്കൊരിക്കലും അവരോടൊരു നന്ദി പറയാൻ പോലും അവസരമില്ല. ഈ ക്രിസ്മസിന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതുപോലെ എനിക്കുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചവരുടെ മുഴുവൻ ലിസ്റ്റ് ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഒരു മെസ്സേജ് വിടായിരുന്നു, നന്ദി എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. കണ്ടുപിടിക്കാൻ ഒക്കാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥന. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ രക്ഷപ്പെടുത്തുന്നത് പോലെ ഒരുപാട് ആളുകളുടെ നിലവിളി പരിഗണിച്ച് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. നന്ദി പറയാനൊക്കില്ല ഒരു തരത്തിലും അവരോട്. അവർ ചെയ്ത, എനിക്ക് വേണ്ടി കാണിച്ച ആ സ്നേഹത്തിന് പ്രതികരണം നിർവഹിക്കാൻ പോലും എനിക്ക് ശേഷിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥിച്ച ചില ആളുകളെയെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരോടെങ്കിലും എനിക്കൊരു സ്നേഹം, ഒരു വിധേയത്വം ഉണ്ടാകേണ്ടതാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഭൗതികമായി അവർ കരുതിയതിനപ്പുറം അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്, നമ്മൾ പോയ വഴികളിൽ ഒരു ചുവട് പോലും പിഴയ്ക്കാതിരിക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് ഓലോല കണ്ണീരൊഴുക്കിയ അമ്മയെ മറന്നു പോകുമ്പോൾ, പ്രാർത്ഥിച്ച് അപ്പനെ മറന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഏതർത്ഥത്തിലാണ്, ഏത് തരത്തിലാണ് മാറി യാത്ര ചെയ്യുക? സഹോദരങ്ങളെ, ഞാൻ മാറുക അതിൽ നിന്ന്. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് പിന്നിലെ കാരണക്കാര് നമ്മളാകണമെന്നില്ല. പലരുടെയും പരിശുദ്ധന്മാരുടെയൊക്കെ മധ്യസ്ഥത മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ടാണ്, ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പൂർവികരായ പിതാക്കന്മാർ സഭയുടെ ആരാധനയിൽ പരിശുദ്ധന്മാരെ മറക്കരുതേ, അവരെ ഓർക്കാതെ പോകരുതേ എന്ന് പറഞ്ഞ് ആരാധന ക്രമീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ ഓർക്കുന്ന സമയം കഴിഞ്ഞാൽ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇന്നേക്ക് സ്തുതി എന്നുള്ള വാചകം പറയുമ്പോൾ, കാസായ പീലാസ ഉയർത്തി വാഴ്ത്തുമ്പോൾ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെയാണ് ഓർക്കുന്നത്. കർത്താവ് പോയി കഴിഞ്ഞാണ് പിതാക്കന്മാരുടെ കാലം ആരംഭിക്കുന്നത്. പിതാക്കന്മാരുടെ കാലം ആരംഭിക്കുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ പറയുന്നത്, കർത്താവ് ഉയരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു അഷ്വറൻസ്, ഉറപ്പാക്കൽ ഇതാണ്: പിതാവ് നമ്മോടുകൂടെ, പുത്രൻ നമ്മോടുകൂടെ, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. ഉയരത്തിലേക്ക് പോയ യേശു നമുക്ക് തന്ന വാഗ്ദത്തമാണ് യോഹന്നാൻ 14 ഞാനും എൻ്റെ പിതാവും പരിശുദ്ധാത്മാവും നിങ്ങളോടുകൂടെ വസിക്കുമെന്നുള്ളത്. ആ വാഗ്ദത്തത്തെയാണ് സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് നമ്മൾ ഓർക്കുന്നത്. അത് കഴിഞ്ഞാൽ
പിന്നെ പറയുന്നത് ഇതാണ്: നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ജീവിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ച പിതാക്കന്മാരെ കുർബാനയിലും പ്രാർത്ഥനയിലും നാം ഓർക്കണം. എന്തൊരു കൃത്യതയോടെയാണ്! അതെവിടെ വരെയാണ്? രണ്ടാമത്തെ വരവ് വരെയാണ്. അമ്മയെ ഓർക്കുന്നു, നീതിമാന്മാരെ ഓർക്കുന്നു, പുരോഹിതന്മാരെ ഓർക്കുന്നു, വാങ്ങിപ്പോയവരെ ഓർക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വിശുദ്ധ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കാസായും പീലാസായും എടുത്തുകൊണ്ടുള്ള വരവാണ്. ഒന്നാമത്തെ വരവും അല്ലെങ്കിൽ സ്വർഗാരോഹണവും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള നമ്മെ ദൈവീക വചനത്തിൽ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിയ പിതാക്കന്മാരെ ഒന്നൊന്നായിട്ട് ഓർത്തുകൊണ്ടാണ് നാം ഈ കാലഘട്ടം തള്ളി നീക്കുന്നത്. അവരെ മറക്കരുത് എന്ന് പിതാക്കന്മാർ ആരാധനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷപ്പെടുത്തി. 2, ലോത്തിനോടും കുടുംബത്തോടും ദൈവം പറയുന്നു, ദൈവദൂതന്മാർ പറയുന്നു, നിനക്കിവിടെ ഉള്ളതെല്ലാം ഇട്ടേച്ച് നീ ഓടണം, ബന്ധപ്പെട്ടോടണം. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഓട്ടമാണിത്! ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? ലോത്ത് വളരെ താല്പര്യപ്പെട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് സോദോം. അവിടെ വീട് പണിത് താമസിക്കുകയാണ്. ആ വീട്ടിലുള്ള സാധന സാമഗ്രികൾ, അവൻ പടുത്തുയർത്തിയ ബന്ധങ്ങൾ, അവൻ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അന്തരീക്ഷം, അവൻ ഇതുവരെ തൻ്റെ ആയുസ്സിൽ സ്വരൂപിച്ചു കൂട്ടിയ സമസ്തവും ഇട്ടിട്ട് ഒരു യാത്രയാണ്. എങ്ങോട്ടാണ് യാത്ര? പർവ്വതത്തിലേക്ക്. എല്ലാം ഉള്ളയിടത്ത് നിന്ന്, സോദോമിൻ്റെ സമൃദ്ധിയിൽ നിന്ന് പർവ്വതത്തിൻ്റെ ശൂന്യതയിലേക്കുള്ള യാത്രയാണ്. സോദോമിൻ്റെ സന്തോഷത്തിൽ നിന്ന് പർവ്വതത്തിൻ്റെ നിരാശയിലേക്കുള്ള യാത്രയാണ്. പർവ്വതമെന്നും വേദനയുടെ പ്രതീകമാണ്. പർവ്വതമെന്നും അസ്വസ്ഥതകളുടെയും അരാജകത്വത്തിൻ്റെയും പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും കിട്ടാനില്ലാത്ത ഇടമാണ് പർവ്വതം. എല്ലാം ഉള്ളയിടത്ത് നിന്ന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു യാത്രയാണ് പർവ്വതത്തിലേക്ക്. പലപ്പോഴും നമ്മൾ വലിയ ആവേശത്തോടെ വീതം വെക്കുമ്പോൾ, അബ്രഹാമും ലോത്തും വീതം വെച്ചപ്പോൾ ഏറ്റവും കൊള്ളാവുന്നത് നോക്കി തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ അതെല്ലാം ഇട്ടച്ചോടേണ്ടി വരുന്ന ഒരവസ്ഥ നോക്കിക്കേ, എത്ര പരിതാപകരാണ്. എന്തിനാണ് ഈ ഓട്ടം? ഒറ്റ ലക്ഷ്യമുള്ളൂ. എല്ലാം നശിപ്പിച്ചിട്ട്, എല്ലാം ഇല്ലാതാക്കിയിട്ട്, എല്ലാം അന്യാധീനപ്പെടുത്തിയിട്ട് പർവ്വതത്തിലേക്ക് ഓടുന്നതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ: എല്ലാം പൊക്കോട്ടെ, എന്ത് കിട്ടിയാൽ മതി? ജീവൻ കിട്ടിയാൽ മതി. അതൊരു ഓട്ടമാണ് അല്ലേ? അന്നേരം നമ്മൾ പറയും എല്ലാം പോട്ടെ. ഈ കൂട്ടിക്കൽ അടുത്ത സമയത്ത് ഉരുൾപൊട്ടലുണ്ടായി, കുറേ വീടുകളൊക്കെ പോയി, ആളുകൾ മരിച്ചു പോയ വാർത്ത. അവിടെ പല പ്രാവശ്യം പോകാനും അവിടെയുള്ള കുറേ ആളുകളുമായിട്ടൊരു സൗഹൃദത്തിൽ എത്താനും ഇടയായതുകൊണ്ട് 1-2 അനുഭവമാണ്. ഒരു വീട്ടിൽ 5 പേരാണ്. മകൻ്റെ 2 മക്കൾ, മകളുടെ 2 മക്കൾ, മകൾ. ഒരു വീട്ടിൽ നിന്ന് 5 പേര് യാത്രയായി. ആ ഉമ്മ കരയാൻ നിവൃത്തിയില്ല, പറയാനും നിവൃത്തിയില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുക. അവരുടെയൊക്കെ മാനസികാവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നില്ലോ എന്നോർത്ത് അത്ഭുതം തോന്നും. എങ്ങനെ സഹിക്കാനൊക്കും? അതുപോട്ടെ, മരിച്ചവരുടെ അവസ്ഥ. ഇതിനിടയ്ക്ക് വീട് മുഴുവൻ തകർന്നു പോയ ഒരുത്തൻ്റെ കമൻ്റാണ്, മുഴുവൻ പോയച്ചാ എന്നാലും ജീവൻ കിട്ടിയല്ലോ. മുഴുവൻ പോയച്ചാ എന്നാലും ജീവൻ കിട്ടിയല്ലോ. പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിച്ച, രാത്രി കിടന്നിട്ട് ഓരോ ദിവസം അവിടെ പോയിട്ട് വന്ന കിടന്ന ഉറക്കം വരത്തില്ല, ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു ചിന്തയാണ്. എല്ലാം നഷ്ടപ്പെട്ടച്ചാ, അപ്പനും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പറയുകയാണ്, എന്നാലും ഇളയവനെ കിട്ടിയല്ലോ. ഞങ്ങൾക്ക് അപ്പനെ നഷ്ടപ്പെട്ടെങ്കിലും അമ്മയുണ്ടല്ലോ, ഉള്ളതിൽ ആശ്വാസം കണ്ടെത്തുന്നവൻ. ഞാൻ പറഞ്ഞ വാക്കിതാണ്, എല്ലാം പോയച്ചാ എന്നാൽ ജീവൻ കിട്ടിയല്ലോ. അപ്പോൾ എത്രയുണ്ട് ജീവൻ്റെ വില? നമ്മളിപ്പം കഴിഞ്ഞ 2 വർഷമായിട്ടൊരു ഓട്ടമാണ്. ലോത്തോടുന്നത് പോലെ ഓടുക. പരക്കം പായുകയാണ്. വായ മൂടിക്കെട്ടി, കൈയൊക്കെ കഴുകി, അകലം പാലിച്ച്, കുറേ നാൾ വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന് അങ്ങനെ ഒരു യാത്രയാണ്, ഒരു ഓട്ടമാണ്. ഒരുപാട് നിയന്ത്രണങ്ങളുടെ ഓട്ടമാണ്, ഒരുപാട് നഷ്ടങ്ങളുടെ ഓട്ടമാണ്, ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. എത്രയോ ആളുകളുടെ ശവസംസ്കാരം നടന്നു, അവർ മരിച്ചുപോയത് ഉൾക്കൊള്ളാൻ പോലും നമുക്ക് കഴിയുന്നില്ല. കാരണം അടക്കത്തിൽ പങ്കുചേർന്നില്ല. പലരും ഒറ്റപ്പെട്ട് ആരുമില്ലാതെ പോയി കുഴിച്ചിടേണ്ടി വന്ന ഗതികേടുകൾ ലോകത്ത് മുഴുവനായി കണക്കെടുത്താൽ എത്രയോ കോടികളാണ് നാശങ്ങളും നഷ്ടങ്ങളും വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സമ്പൽ രാജ്യങ്ങളായിട്ടുള്ള മഹാശക്തികളായിട്ടുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ നിഷ്പ്രഭ
സുലഭമായി പോയ ഒരു ചെറിയ വൈറസ് കഴിഞ്ഞ 2 വർഷമായി ഇന്നും തീർന്നിട്ടില്ല. ഈ ആശങ്കകളുടെ നടുവിലാണ് നമ്മുടെ യാത്ര. എന്താണ് ഈ പോക്കിൻ്റെ ലക്ഷ്യം? ഈ നഷ്ടങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഈ തകർച്ചകളുടെ ഒക്കെ മുമ്പിലും നമ്മൾ നിന്നുകൊടുത്തത് എന്തുകൊണ്ടാണ്? ഒറ്റക്കാര്യേ ഉള്ളൂ, ജീവൻ, ആരോഗ്യം. ജീവനും ആരോഗ്യവും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പെടാപ്പാടാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ചില ഇളവുകളൊക്കെ ഉണ്ട്. ഇളവുകൾ ഉണ്ടാകും തോറും അപകട സാധ്യത കൂടുതലാണ്. ഇളവുകൾ ഉണ്ടായല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അപകട സാധ്യത കൂടി വരികയാണ്. പിന്നെ എത്ര നാളാണ് അല്ലേ സാധാരണ നമ്മൾ പറയുന്നത്, എത്ര നാളായി അടച്ചു കെട്ടിയിരിക്കുക, ബാക്കി വരുന്നിടത്ത് കാണാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെ ചിന്ത ഇതാണ്, ജീവനും ആരോഗ്യവും. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകം ഇത്രയും വലിയ നഷ്ടങ്ങൾ ഏറ്റെടുത്തത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത ചോദ്യം, ഇത് രണ്ടും എങ്ങനെ കിട്ടിയതാ? ജീവനും ആരോഗ്യത്തിനും വേണ്ടി നീ ഇത്രമാത്രം വില കൽപ്പിക്കുമ്പോൾ, ഇത്ര വില കൊടുക്കുമ്പോൾ, ഇത്ര നഷ്ടം സഹിക്കുമ്പോൾ, നിൻ്റെ ഈ ജീവനും ആരോഗ്യവും എങ്ങനെ കിട്ടിയതാ? വെറുതെ കിട്ടിയതാ ആണോ? വെറുതെ ഒരു പ്രയത്നം കൂടാതെ, ഒരു പണവും കൂടാതെ, ഒരു കഷ്ടപ്പാടും കൂടാതെ ദൈവത്തിൻ്റെ ദാനമായി കിട്ടിയ, വെറുതെ ദാനമായി, സൗജന്യമായി, ഔദാര്യമായി ദൈവം വെച്ചു നീട്ടിയ ജീവൻ, ആ ജീവനോട് ചേർന്ന് കിട്ടിയ ആരോഗ്യം, ഇതിൻ്റെ വിലയാണ് കോവിഡ് വന്നപ്പോൾ ലോകം തിരിച്ചറിഞ്ഞത്. ഇത് ഇത്രയും വിലയുള്ളതാണെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം പോയപ്പോൾ ആ വീട്ടിൽ ചെറുക്കം പറയാണ്, എല്ലാം പോയെങ്കിലും ജീവൻ കിട്ടിയല്ലോ അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവൻ. ഇതിനു വേണ്ടിയാണ് ലോകത്തോടുന്നത്. എന്താണ് നഷ്ടപ്പെടുന്നതെന്നും എന്താണ് കിട്ടാനുള്ളതെന്നും ഇത് തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഓടേണ്ടത്. കിട്ടാനുള്ളത് എന്താണ്, നഷ്ടപ്പെടുന്നത് എന്താണ്? നഷ്ടപ്പെടുന്നതിൻ്റെ വില കണക്കാക്കണം, കിട്ടാനുള്ളതിൻ്റെ വില കണക്കാക്കണം. എന്നിട്ട് തീരുമാനിക്കണം ഓടണോ വേണ്ടായോ എന്ന്. ഇവിടെയാണ് ദൈവം പറയുന്നത്, ഇത് നശിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നീ ഇവിടെ അകപ്പെട്ട് മരിച്ചു പോകും. നീ ഓടി പർവ്വതത്തിലെത്തിയാൽ നിനക്ക് രക്ഷപ്പെടാം. പർവ്വതത്തിലെത്തിയാൽ നിനക്ക് ജീവൻ മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടെ ഇല്ല. പക്ഷേ ലോകത്തോടാൻ തയ്യാറായി. സഹോദരങ്ങളെ, വെറുതെ കിട്ടിയതിൻ്റെ വില നമ്മൾ ഇനിയെങ്കിലും അറിയുമോ? വെറുതെ കിട്ടിയതിൻ്റെ വില ഇത് മാത്രമല്ല കേട്ടോ. ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതൊക്കെ, ഏറ്റവും വിലയുള്ളതൊക്കെ വെറുതെ കിട്ടിയതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വില കൊടുത്ത് മേടിച്ചതൊക്കെ വില കുറഞ്ഞ സാധനങ്ങളാണ്. നമുക്ക് വിലയുള്ളതൊന്നും വില കൊടുത്ത് മേടിക്കാനൊക്കില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിലയുള്ളതൊന്നും വില കൊടുത്താൽ കിട്ടുന്നതല്ല. വിലയുള്ളതൊക്കെ എങ്ങനെ കിട്ടണം? വെറുതെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ മേളിലോട്ട് നോക്കി കൈകൂപ്പുന്നത്, കൈമലർത്തുന്നത്, തമ്പുരാനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. വിലയുള്ളതെല്ലാം വെറുതെ കിട്ടിയതാണ്, ദൈവം ദാനമായിട്ട് തന്നതാണ്. അതിൻ്റെ മുമ്പിൽ വില കൊണ്ട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. വില നിസ്സഹായമായിട്ട് മാറുന്ന, നിസ്സംഗമായിട്ട് മാറുന്ന അനുഭവമാണ്. വിലയേറിയതെല്ലാം വെറുതെ കിട്ടിയതാ. എത്ര സ്തുതിച്ചാലും മതി വരുമോ? പാട്ടുകാരൻ ദൈവത്തെ സ്തുതിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനവനിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ സ്തുതിയുടെ എണ്ണം, സ്തോത്രത്തിൻ്റെ എണ്ണം, മഹത്വത്തിൻ്റെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരും. കാരണം അത്രമാത്രം സമ്പന്നമാണ് ഞാനും നിങ്ങളും. നിങ്ങളുടെ പ്രശ്നം സാമ്പത്തികമാണോ? നിങ്ങളുടെ പ്രശ്നം മറ്റേതെങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും ഇല്ലായ്മകളാണോ? ഇതിനേക്കാളൊക്കെ എത്രയോ വിലയേറിയത് കൊണ്ടാണ് നിങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 12-ാം അധ്യായത്തിൽ ആളുകൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു ആളുകളോടായിട്ട്, ശിഷ്യന്മാരോടായിട്ട് പറയുന്നൊരു പ്രസംഗമുണ്ട്. കാണാതെ പഠിക്കാമെങ്കിൽ നല്ല. ലൂക്കോസ് 12. അന്നത്തെ ആളുകളുടെ പ്രശ്നം 2 പ്രശ്നമാണ്. ഒന്ന്, എന്ത് തിന്നും? ഇന്ന് അങ്ങനൊരു പ്രശ്നമില്ല. എന്തുടുക്കും? ഇന്നത്തെ പ്രശ്നം എങ്ങനെ കളയും എന്നുള്ളതാണ്. ഇന്നലെ ഒരു കല്യാണത്തെക്കുറിച്ച് കേട്ടതാണ്. ഒരു പ്ലേറ്റ് 3000 രൂപ. ഒരു പ്ലേറ്റിന് ഇവൻ എങ്ങനെ തിന്നും? എങ്ങനെ തിന്നുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. സഹോദരങ്ങളെ, പൗരോഹിത്യ ശുശ്രൂഷയും ഞങ്ങൾ ഒത്തിരി സങ്കടം അവർ വെച്ചു പോയതുകൊണ്ട് അത് മുഴുവൻ ഞങ്ങൾ കഴിക്കണം എന്നുള്ളതാണ് സ്നേഹം. ഓരോരുത്തരുടെ കഷ്ടപ്പാടിൻ്റെയും മാനസിക തലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്ത് തിന്നും? ഇതാണ് അവരുടെ പ്രശ്നം. 2, എന്ത്
ഉടുക്കും. നമ്മുടെ വീട്ടിലും ഇതാ പ്രശ്നം. എന്നും ഇതേ ഉള്ളോ അല്ലേ? എന്നും ഇതേ ഉള്ളോ? തിന്നുന്നതിനെക്കുറിച്ച് ഇപ്പോഴും പ്രശ്നമാണ്, തർക്കമാണ്. അത് ഉടുക്കുന്നതിനെക്കുറിച്ചോ, മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, സമയത്ത് കൊടുത്തില്ലെങ്കിൽ, എല്ലാവരും ഉടുക്കുന്ന കൂടെ ഉടുത്തില്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ്. വീട്ടിലെ സമാധാനം ആകപ്പാടെ തകർന്ന് തരിപ്പണമാകുകയാണ്. എന്താ പ്രശ്നം? എന്ത് തിന്നും, എന്തുടുക്കും? യേശു ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ. എനിക്ക് ഈ കർത്താവിൻ്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ കോരിത്തരിക്കാറുണ്ട്. എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പറയാനൊക്കെ? യേശു ചോദിച്ച ചോദ്യം ഇതാ: ആഹാരത്തേക്കാൾ, ബാക്കി പറയോ, ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ? ആഹാരത്തേക്കാൾ ജീവനും. നിന്റെ പ്രശ്നം എന്താ? എന്ത് തിന്നും എന്നുള്ളതാ. എടാ, ഇതിനേക്കാൾ എത്രയോ വലുതാ ജീവൻ. നീ ജീവൻ നിലനിർത്താൻ വേണ്ടിയല്ലേ ആഹാരം കഴിക്കുന്നത്? ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ. ഇതല്ലേ നിന്റെ വഴക്കിൻ്റെ പ്രശ്നം? ഇതല്ലേ നിന്റെ തർക്കത്തിൻ്റെ കാരണം? ഇതിൻ്റെ പേരിലല്ലേ നീ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് വേണ്ടി. ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ? ഇത് രണ്ടും എങ്ങനെ കിട്ടി? വെറുതെ. ഇത് രണ്ടും വെറുതെ കിട്ടി. വെറുതെ കിട്ടിയ ജീവനും വെറുതെ കിട്ടിയ ശരീരവും നിലനിർത്തുവാൻ വേണ്ടി ഭക്ഷണത്തിനും ഉടുപ്പിനും വേണ്ടിയാണോ നീ തർക്കിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, മൂല്യമുള്ളതെല്ലാം വെറുതെ കിട്ടിയതാണ്, മൂല്യം കുറഞ്ഞതാണ് മൂല്യം കൊടുത്ത് ഞാൻ നിങ്ങൾ സ്വന്തമാക്കുന്നത്. നാം ഒന്ന് താരതമ്യം ചെയ്യണം. ഇന്ന് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒന്ന് താരതമ്യം ചെയ്യണം. ദൈവം തന്ന വിലയേറിയ വസ്തുവകകൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് അവഗണിച്ചിട്ട്, അത് മറന്നിട്ട് വില കുറഞ്ഞതിന് വേണ്ടിയുള്ള പരിഭവങ്ങളും നിർബന്ധങ്ങളും നിലവിളികളും നമ്മളൊന്ന് പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? ലോത്ത് താൻ കാമ്യമെന്ന് കണ്ടതെല്ലാം ഇട്ടച്ചോടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഞാൻ യോഹന്നാൻ സ്നാപകനെ അവിടെ അങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. എന്താണ്? ഒരു പുരോഹിത കുടുംബത്തിലാണ് പിറവി. പുരോഹിത കുടുംബത്തിൽ പിറന്നവൻ ജന്മനാ പുരോഹിതനാണ്. അവന് പ്രത്യേകിച്ച് പുരോഹിതനാകാൻ ഒന്നും ചെയ്യേണ്ട. പ്രായമാകുമ്പോൾ നേരെ അംശവസ്ത്രങ്ങൾ ധരിച്ച്, പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ച് അവൻ ദേവാലയത്തിൽ ശുശ്രൂഷയിലേക്ക് മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറ്റപ്പെടാമായിരുന്ന സുഖങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ആനന്ദ അനുഭവങ്ങളുടെയും നടുവിൽ നിന്ന് അവൻ ഇറങ്ങുകയാണ്. പർവ്വതത്തിലേക്കുള്ള യാത്ര, ഇട്ടെറിഞ്ഞിട്ട് ഒരു യാത്രയാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഓർക്കുമ്പോൾ ശ്രീബുദ്ധൻ്റെ ജീവിതാനുഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറുണ്ട്. കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് വെളിയിലേക്കുള്ള ഇറക്കാണ്. ആ ഇറക്കത്തിൽ അനുഭവിക്കുന്ന ഒരു ബോധം യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതം അങ്ങനെ മാറി നടന്ന് നേടി ജീവിതത്തിൽ വിജയം സമ്പാദിച്ചതിൻ്റെ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആസക്തിയുടെ ഉടമകളാണ്. ഞാനും അതിൽ നിന്ന് മാറിയല്ല. ആസക്തിയുടെ ഉടമകളാണ്. ഇന്നുള്ളതെങ്ങനെ വലിപ്പപ്പെടുത്താം, കുറെ കൂടെ വിസ്തൃതമാക്കാം, കുറെ കൂടെ സുഖകരമാക്കാം, ഇതാണ് നമ്മുടെ ചിന്ത. ഒരർത്ഥമില്ല. ഇതിലൊന്നും കാര്യമില്ല എന്നുള്ള ചിന്ത വരുന്നത് കുറെ വൈകിയാണെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇട്ടെറിഞ്ഞിട്ട് ഒരു യാത്ര. എന്താ കാരണം? നേടാനുള്ളത് വിലയേറിയതാണ്. ഇപ്പം കയ്യിലിരിക്കുന്നതിനേക്കാൾ വിലയേറിയതാണ്. ഇതാണ് വിശുദ്ധ മത്തായി 13-ാം അധ്യായത്തിൽ എല്ലാം വിറ്റിട്ട് നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന വയൽ വാങ്ങിയ ഒരുത്തൻ്റെ കഥ പറയുന്നില്ലേ? എല്ലാം വിറ്റിട്ട് പോവുകയാണ്, എല്ലാം നശിപ്പിച്ചിട്ട് പോവുകയാണ്, നിധിയുള്ള വയൽ തേടി. എന്തായി നിധിയുള്ള വയൽ? അത് ജീവനാണ്, അല്ല നിത്യജീവനാണ്. അത് സ്വർഗരാജ്യമാണ്, അത് ദൈവബന്ധമാണ്, അത് ദൈവബന്ധത്തിൽ നിന്ന് ഉദിക്കുന്ന ഒരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും തീരമാണ്, ആശ്വാസത്തിൻ്റെ അനുഭവമാണ്. എന്ന ഭാഗത്ത് നിന്ന് മാറുകയാണ്. നഷ്ടപ്പെടുന്നത് എന്താണ്? നേടാനുള്ളത് എന്താണ്? വിലയേറിയത് നിലനിർത്തുവാൻ, നശിച്ചു പോകാതിരിക്കാൻ വില കുറഞ്ഞതെല്ലാം ഇട്ടിട്ടൊരോട്ട. യോനായുടെ കപ്പൽ നോക്കിയേ. യോനായുടെ കപ്പലല്ല, യോന കാശ് കൊടുത്ത് മേടിച്ച് യാത്ര ചെയ്ത കപ്പൽ. ബസ്സേ കയറി 2 രൂപ കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് എൻ്റെ സീറ്റാന്നല്ലേ പറയുന്നത്, എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു പോയതാ. യോനായുടെ കപ്പൽ വെള്ളത്തിൽ ഇങ്ങനെ ആടി ഉലഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? ചരക്കുകളെല്ലാം എടുത്ത് വെളിയിലിട്ട്. എന്താ ഈ ചരക്കുകൾ? അവരുടെ വസ്ത്രമാണ്, അവരുടെ ഭക്ഷണമാണ്. നാളുകൾ യാത്ര ചെയ്യണം, തിന്നാനുള്ളതും ഉടുക്കാനുള്ളതും അവരുടെ സെക്യൂരിറ്റി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ വെളിയിലെറിഞ്ഞു. എന്തിനാണ്? ജീവൻ.
ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ എന്തൊടുക്കുന്നൊരു ചിന്തയില്ല, എന്ത് തിന്നുന്നൊരു ചിന്തയില്ല, എന്ത് തിന്നാലും തിന്നില്ലെങ്കിലും എന്തുടുത്താലും ഉടുത്തില്ലെങ്കിലും ജീവൻ മതി എന്ന് പറയുന്ന ഒരു പരിമിതമായ അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയെത്തും. എന്നാൽ അത് അമൂല്യമായതാണ്, ആ സ്വന്തമാക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, യോനായുടെ കപ്പലിൽ അവരെല്ലാം എടുത്തെറിഞ്ഞതുപോലെ, എല്ലാം എടുത്ത് വെളിയിലേക്കിട്ടതുപോലെ ലോത്തെല്ലാം ഇട്ടിട്ട് ഒരോട്ടമാണ് പർവ്വതത്തിലേക്ക്, എല്ലാം ഉള്ളയിടത്ത് നിന്ന് ഒന്നുമില്ലായ്മയിലേക്കുള്ള യാത്ര. 3, ഈ യാത്രയിൽ ഒരൊറ്റ വ്യവസ്ഥയാണ് ദൈവം പറഞ്ഞത്: പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നോക്കരുത്. എനിക്ക് വളരെ രസകരമായി തോന്നി. അതിനിപ്പോൾ ഇത്ര തന്നെ, അല്ലെങ്കിൽ ഇത് കുഴപ്പമാണ്. പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ ഇവർ നോക്കും. എന്നാൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ പിള്ളേരോട് പലതും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ചെയ്യരുതെന്ന് പറയാതിരുന്നേ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഇനി അത് തന്നെയല്ല, ഇനി അതിൻ്റെ പേരിൽ അവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ വലിയ ബലം കൊടുക്കാതിരിക്കുന്നതാണ് പിള്ളേർക്കും സന്തോഷം വയ്ക്കും നല്ലത്. അവർ ഒരു പ്രായത്തിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ അതിനെ പ്രായത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും പ്രശ്നമായി കണ്ട് സമീപിച്ചില്ലെങ്കിൽ, വിവേകത്തോടെ അതിനെ നേരിട്ടില്ലെങ്കിൽ അപകടമാണ്. പ്രിയ സഹോദരങ്ങളെ, അവിടെ പ്രതിസന്ധികൾ രൂപപ്പെടും. അരുത് എന്ന വാക്കുകൾ ഒരുപാട് ആവർത്തിക്കുന്നിടത്തെല്ലാം അത് ലംഘിക്കാനുള്ള, അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാനുള്ള പ്രേരണ വളരെ ശക്തമാണ്. എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അത് ചെയ്യാനുള്ള താല്പര്യം ഒരു പ്രായത്തിൻ്റെ പ്രശ്നമാണ്. ഒരു 10-50 വയസ്സ് കഴിയുമ്പോൾ ഒരു മറവിയാണ് പലർക്കും. ആ മറവി എന്താ മറവി എന്നറിയാമോ? 15-ലും 18-ലും 20-ലും 25-ലും ഒക്കെ താൻ എങ്ങനായിരുന്നു എന്നുള്ളതങ്ങ് മറന്നുപോകും. എന്നിട്ട് അതിനേക്കാൾ നന്നായിരിക്കണം എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ എന്നുള്ള ചിന്തയിലേക്ക്. ഈയിടെ ഒരു അപ്പനോട് ഞാൻ പറഞ്ഞു, എടോ താൻ ഈ പ്രായത്തിൽ എന്നായിരുന്നു? സമാധാനമായി, പിന്നെ ഒന്നും മിണ്ടിയില്ല. മകനെക്കുറിച്ച് വലിയ സങ്കടവും പറഞ്ഞുകൊണ്ട് വന്ന ഒരപ്പനോട് ഞാൻ ചോദിച്ചു, താൻ ഈ പ്രായത്തിൽ എങ്ങനായിരുന്നോ? ഇപ്പം വളരെ സമാധാനമായിട്ട് ആ വീട് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കും. അവിടെ ഒരു ചെറിയ ഒരു സന്ദേഹം ഞാൻ പങ്കുവെക്കുക, വെറുതെ അങ്ങ് പറയുകയാണ്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നത് തിന്നരുതെന്ന് പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കിപ്പോഴും അവിടെ കഴിയരുത്. അരുതെന്ന് പറഞ്ഞോ അത് ലംഘിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവം. പ്രത്യേകിച്ച് അതൊരു പ്രായത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. ആ പ്രായത്തിലുള്ളവരെ നമുക്ക് പള്ളി കൊണ്ടുവരണം. ചില പിള്ളേർ പള്ളി വന്ന് വലിയ പ്രശ്നമുണ്ട്, കൊച്ചു പിള്ളേർ. ഇപ്പം നോക്കിക്കോ, ഒരാൾ പോലും ഇല്ലല്ലേ, ഒരാളേ ഉള്ളൂ. മറ്റേത് ഇതിലെ ഓടി നടന്ന ചില പ്രശ്നങ്ങളും കുസൃതികളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കി അച്ഛൻ കണ്ണുരുട്ടി കാണിക്കുന്നു, അപ്പം എടുത്തുകൊണ്ട് പോകുന്നു, പിറ്റേ ദിവസം തൊട്ടമ്മ സുവിശേഷ യോഗത്തിന് വരുന്നുമില്ല. അങ്ങനെ തീരുമാനം എടുപ്പിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പിള്ളേർ ഇന്ന് ഇല്ല. എന്തൊരു ശൂന്യതയാന്ന് നോക്കി. അതുങ്ങളുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ പോലും സുഖകരമായിരുന്നു എന്ന് ഇപ്പം തോന്നില്ലേ? അതുങ്ങളുണ്ടാക്കിയ ചില ബഹളങ്ങൾ പോലും ഇപ്പം നമുക്കൊരാസ്വാദ്യമായിട്ട് പോട്ടെന്നേ. 85 വയസ്സിൽ കട്ടിലേ കിടന്നുകൊണ്ട് എന്ത് കൊടുത്താലും തൃപ്തി വരാതെ അന്നാരും അറിയാവുന്ന ഭാഷയിലൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചിയും കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ ഓർക്കുകയല്ലേ, ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുഖമായിരുന്നെന്ന്. ഇതാ ജീവിതം. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് അസുഖകരമായ അനുഭവങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ കാലഘട്ടം കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അതൊക്കെ എന്ത് സുഖമുള്ള, അതൊക്കെ എന്ത് നന്മയുള്ള, അതൊക്കെ എന്ത് സന്തോഷമുള്ള കാലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പുറകോട്ട് നോക്കരുതെന്നാണ് പ്രമാണം. ഇട്ടേച്ചോടുകയാണ്. എന്താണ് ഇട്ടേച്ച് പോകുന്നത്? തനിക്കുണ്ടായിരുന്നതെല്ലാം. എന്താണ് നേടാൻ പോകുന്നത്? ജീവൻ നേടാൻ വേണ്ടി, വിലയുള്ളത് നേടാൻ വേണ്ടി വില കുറഞ്ഞതിട്ടിട്ട് ഒരു യാത്രയാണ്, ഒരുമിച്ചുള്ള യാത്ര. 4 പേരും, ലോത്ത്, ഭാര്യ, 2 മക്കൾ, 4 പേരും ഒരുമിച്ചോടുക. ഇതിനാണ് കുടുംബജീവിതം എന്ന് പറയുക. ഇതിനാണ് കുടുംബജീവിതം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് ഉപേക്ഷിച്ചിട്ട് വിലയുള്ളതിന് വേണ്ടിയുള്ള യാത്ര. വില കുറഞ്ഞത് ഉപേക്ഷിച്ചിട്ട് വിലയുള്ളതിന് വേണ്ടിയുള്ള യാത്ര. നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങൾ മുഴുവൻ വില കുറഞ്ഞതിന് വേണ്ടിയുള്ള തർക്കങ്ങളാണ്, വില കുറഞ്ഞതിന് വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, വില കുറഞ്ഞ പ്രതിസന്ധികളാണ്. നിങ്ങളൊന്ന് ഓരോന്നും അനലൈസ് ചെയ്ത് നോക്കിയേ. വില കുറഞ്ഞതിന് വേണ്ടി ബഹളമുണ്ടാക്കുകയാണ്. വിലയേറിയത് നേടാൻ വേണ്ടി എന്തുപേക്ഷിക്കണം? വില കുറഞ്ഞത് ഉപേക്ഷിക്കണം.
വിലയേറിയതെന്താണ്? കുടുംബജീവിതത്തിലെ വിലയേറിയ അവസ്ഥ എന്ന് പറയുന്നത് ഒരുമിച്ചാവുക എന്നുള്ളതാണ്. 4 പേരും ഒരുമിച്ചാവുക, എങ്കിലേ ഉള്ളൂ ജീവനിലേക്കുള്ള യാത്ര സാധ്യമാവുകയുള്ളൂ. പർവ്വതത്തിലെത്തണമെങ്കിൽ 4 പേരും ഒരുമിച്ച് ഓടണം. ഒരാൾ പുറകോട്ട് നിന്നാൽ ആ ഓട്ടം ശുഭമാവില്ല, അതെല്ലാവരെയും ബാധിക്കും, എല്ലാവരുടെയും സന്തോഷം കെടുത്തും. ലോത്തിൻ്റെ കുടുംബം തകർന്നു പോയി കേട്ടോ. ആ വീട്ടിലെ നായികയായിരുന്ന ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് നിർത്തും കഥ. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയി എന്നുള്ളത് മാത്രമല്ല, അതുകൊണ്ട് അവളുടെ അസാന്നിധ്യം കൊണ്ട് ലോത്തിൻ്റെ കുടുംബത്തിൽ വന്നു ഭവിച്ചതായ പ്രതിസന്ധികൾ, മ്ലേച്ഛതകൾ, അവനിൽ നിന്ന് രൂപപ്പെട്ട 2 ജാതികൾ, പിന്നീടുള്ള ചരിത്രം പറയുന്നത് വലിയ ദോഷവും വേദനകളും ചരിത്രത്തിൽ സമ്മാനിച്ച 2 ജാതികളായിട്ട് അവർ മാറി എന്നുള്ളതാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, 4 പേര് ഒരുമിച്ച് ഓടുമ്പോൾ ഒരാൾ നിന്നു പോയാൽ പ്രശ്നം എല്ലായിടത്തും അത് ബാധിക്കും. ഇതിലാരാ നിന്നു പോകുന്നത്? അപ്പൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അമ്മ കൂടെ വരുന്നില്ല. അമ്മ ഭംഗിയായി ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നുണ്ട്, അപ്പനെത്തുന്നില്ല. അപ്പനും അമ്മയില്ല. ഒരു യാത്രയാണിത്. ഈ യാത്ര ദിവസങ്ങളും ആഴ്ചകളും. 2022 എന്ന് പറഞ്ഞ് പുതുവർഷത്തെ സ്വാഗതം ചെയ്തു. വലിയ പേടിയാണ് ഈ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുമ്പോൾ. അത് സങ്കടമാണ് പേടിയേക്കാൾ. ഒരു വർഷം കൂടെ പോയില്ലേ? ബർത്ത്ഡേ ആശംസിക്കുന്നവൻ്റെ ആശംസ കേൾക്കുമ്പോൾ എന്തൊരു ദേഷ്യം തോന്നുന്നറിയോ? ഒരു വയസ്സും കൂടെ കൂടിയതിൻ്റെ പ്രയാസത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴാണ് അവൻ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. നാളുകൾ എണ്ണപ്പെട്ടതിൻ്റെ വേദനയുമായി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ദുഃഖവും പേറിക്കൊണ്ടിങ്ങനെ സങ്കടപ്പെട്ട് ജന്മദിനത്തിൻ്റെ അന്ന് രാവിലെ വളരെ ദുഃഖത്തോടെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ അച്ഛാ എന്ന് പറയുന്നത്. എണ്ണപ്പെട്ടില്ലേ? ഈ യാത്ര ഇനി എത്ര ദൂരമുണ്ട്, എത്ര കാതമുണ്ട്? ഒരുമിച്ചുള്ള യാത്ര ഓരോരുത്തരുടെ പോട്ടെ, ഒരുമിച്ചുള്ള യാത്ര എത്ര ദൂരമുണ്ടെന്ന് ആർക്ക് പറയാനൊക്കും? പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപസംഹരിക്കുക, ഒരുമിച്ചുള്ള യാത്ര അധികമില്ല എന്ന് കണ്ടുവേണം ഒരുമിച്ച് നിൽക്കാൻ. അധികമില്ല ഈ യാത്ര. ആ പർവ്വതം വരെ എത്തിയാൽ മതി. ചിലപ്പോൾ 2 വർഷമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ 5 വർഷമേ കാണുകയുള്ളൂ. ആ പർവ്വതം വരെ ഒന്ന് എത്തിയാൽ മതി എന്ന് വിചാരിച്ച് നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാം. അപ്പൻ്റെ കൂടെ ഓടാം, അമ്മയുടെ കൂടെ ഓടാം, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഓടാം. വില കുറഞ്ഞതിട്ടിട്ട് വിലയേറിയത് ഒരു നല്ല കുടുംബമെന്നുള്ള, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരെന്നുള്ള ആ നല്ല സാക്ഷ്യത്തിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് ബന്ധപ്പെടാം. ഉപസംഹരിക്കുകയാണ് ഞാൻ. ബന്ധപ്പെട്ട് അവിടേക്കോട്. നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. ഒരു ഓട്ടത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്, ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള നിർബന്ധമാണ്. തത്രപ്പെട്ട് യാത്ര ചെയ്യുവാനുള്ള, അവരെ ധൃതിയിൽ യാത്ര ചെയ്യിക്കുവാനുള്ള ബന്ധപ്പെടുത്തലാണ് ഇവിടെ കാണുക. ഒന്നാമത് ഞാൻ പറഞ്ഞു, ലോത്തിൻ്റെ കുടുംബത്തെ ദൈവം രക്ഷപ്പെടുത്തിയത് അവൻ്റെ നന്മ പരിഗണിച്ചല്ല, അബ്രഹാമിനെ ഓർത്താണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന, മധ്യസ്ഥരുടെ, പിതാക്കന്മാരുടെ, പൂർവികരുടെ പ്രാർത്ഥന എൻ്റെ നിറുകി കിടക്കുകയാണ്. അതാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ആയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ രക്ഷപ്പെടുത്തി. ഇന്ന് ഈ പിതാവിൻ്റെ യോഹന്നാൻ സ്നാപകൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ഒരു നന്ദിയുടെ ഒരു പ്രതികരണം അത് ഈ പെരുന്നാളിലൂടെ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരാഘോഷമല്ല, അതൊരു നന്ദി പ്രദർശനമായിട്ട് മാറും. 2, ഓട്ടം വില കുറഞ്ഞത് ഉപേക്ഷിച്ചിട്ട് വിലയേറിയത് തേടിയുള്ള യാത്രയാണ്. വില കുറഞ്ഞത് വെടിയണം. വിലയേറിയത് സ്വന്തമാക്കാൻ വേണ്ടി വില കുറഞ്ഞതിനെ ഉപേക്ഷിക്കണം. ഓരോരുത്തരും പരിശോധിക്കുക. വില കുറഞ്ഞതിന് വേണ്ടിയാണ് നമ്മളിന്ന് ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. വില കുറഞ്ഞതിന് വേണ്ടിയാണ് നമ്മളിന്ന് വഴക്ക് കൂടുന്നത്. വില കുറഞ്ഞതിന് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. വിലയേറിയത് സ്വന്തമാക്കുവാൻ വേണ്ടി യാത്ര ചെയ്യണം. 3, ഒരുമിച്ചുള്ള യാത്രയാണ്. ആ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരാൾ പിന്നോക്കം പോകാൻ പാടില്ല. ഒരുമിച്ച് തന്നെ നിൽക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്നത് അവിടെയാണ്. ഒരു മനപ്പെട്ടിരിക്കുന്നിടത്ത് അത് നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് ചേർന്നുള്ള ആനന്ദകരമായ അനുഭവം. ഞാൻ പറയട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന്, വണ്ടിയുള്ളവരാണെങ്കിലും വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് ഒന്ന് നടന്ന് പള്ളിയിലോട്ട് എല്ലാ ദിവസവും വരാമെങ്കിൽ നിങ്ങളെ കാണുന്നവർക്ക് എന്തോ ഒരു മനപ്രയാസമായിരിക്കും അറിയും. എന്നാൽ നിങ്ങൾ പോരുകയാണ്. അപ്പനൊരു വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്, മകൻ നേരെ എതിരും പോയി, അല്ലെങ്കിൽ മക്കളാരെങ്കിലും ട്യൂഷനോ എന്തെങ്കിലും പോയതായിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ നാട്ടുകാർക്കും ഇടവക്കാർക്കും ഒക്കെ സന്തോഷമെന്ന് ഞാൻ പറയുകയല്ല, ഒരാശ്വാസം.
എൻ്റെ വീട്ടിലെ പോലെ തന്നെയാണല്ലോ അവിടെ. ഞാൻ ഉപസംഹരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന ഓട്ടം, ഒരുമിച്ചുള്ള ഓട്ടം, അതിനാരാണ് ചേർന്ന് വരേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ഓരോരുത്തരും ചേരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ ഈ ദൃശ്യമായ രക്ഷയുടെ അനുഭവത്തിൽ എന്നെയും നിങ്ങളെയും ഈ മഹാമാരിയുടെ നടുവിൽ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷം, ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ചതിൽ അച്ഛൻ പറയാമായിരുന്നു, ഗായക സംഘത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഭംഗിയായി ഇതിന് വേണ്ട എല്ലാ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആത്മീകമായി ഒരുക്കുവാൻ അവർ കാണിച്ച ആ ഒരു താല്പര്യത്തെ, ആ ഒരു പരിശ്രമത്തെ ഏറെ ആദരവോടെ ഗണിക്കുന്നു. അന്ന് അച്ഛന്മാരോടും ചെമ്മാശനോടും എല്ലാം ലൈവ് ചെയ്തവരോടും ശബ്ദം തന്ന എല്ലാവരോടും എല്ലാം ഭംഗിയായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും ഒരുപോലെ സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.